സമൃദ്ധ ചേച്ചിയാണെങ്കിലും വിമല അവരൊക്കെ നന്നായിട്ട് ഇപ്പോൾ സമൃദ്ധ ചേച്ചി നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പം പറഞ്ഞു തരും. ഇപ്പം എന്താണെങ്കിലും ഇപ്പം അവരുടെ കൂടെ നിൽക്കുമ്പം എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, കാരണം ഇപ്പോൾ തന്നെ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഒരു ഇതാണ് മറ്റുള്ളവരുടെ കൂടെ ചെയ്യുമ്പം മോശമായി പോയി എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പം ആ ഒരു മനസ്സിൽ പേടിയുണ്ടായിരുന്നു. അവരിപ്പം ഒരുപാട് സിനിമകൾ ചെയ്തതാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ ഇതെന്ന്. അങ്ങനെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ദിലീപേട്ടൻ്റെ കൂടെയുള്ള സീൻസ് ആണെങ്കിൽ ദിലീപേട്ടൻ പറഞ്ഞു തരും. ടൈമിങ് ആണല്ലോ ഏറ്റവും വലിയൊരിത്, അത് പറഞ്ഞു തരും. ഇപ്പം രാജസേനങ്ങളാണെങ്കിലും പറഞ്ഞു തരും, ശ്രുതി ഇങ്ങനെ ചെയ്യണം, കുറച്ചും കൂടെ ഇതായിരിക്കും. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ കൊച്ചിലായിരുന്നപ്പോൾ ഞാനൊന്നും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ചിരിച്ചാൽ എങ്ങനെയുണ്ട്, ഇങ്ങോട്ട് നോക്കിയാൽ എങ്ങനെയുണ്ട്, അങ്ങനെ വലിയ ശേഷം ഭയങ്കര ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഭയങ്കര പിടിച്ച് ചെയ്യാൻ തുടങ്ങി. അയ്യോ അങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അപ്പം സേനങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ വിട്ടിട്ട് ഒന്നുമില്ല ശ്രുതി നാച്ചുറലായിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പടം റിലീസാകുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു TV ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഫസ്റ്റിൽ എനിക്ക് അത് കാണാൻ പറ്റിയില്ല. ഞങ്ങളതിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേനും ഒരു വൈകുന്നേരമൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് സെക്കൻഡ് ഷോ കാണാം. അങ്ങനെ എനിക്ക് തോന്നുന്നു കൊല്ലത്തുള്ളൊരു തിയേറ്ററാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അഫ്സലേട്ടനൊക്കെ ഉണ്ടായിരുന്നു പടം കാണാൻ. അപ്പം എൻ്റെ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ സീൻ കാണിച്ചപ്പം ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഫസ്റ്റിലെ എനിക്ക് എൻ്റെ ഒരു ഫേസ് ഞാൻ ഒരു സ്ക്രീനിൽ കാണുകയല്ല, വലുതായതിനു ശേഷം ഞാൻ കാണുകയാണ്. അപ്പം ഒത്തിരി സന്തോഷം തോന്നി. എന്താ പറയുക, ഇപ്പം ട്രിവാൻഡ്രത്തൊക്കെ ഫസ്റ്റ് കാണിച്ചപ്പോൾ എൻ്റെ ഇൻട്രഡക്ഷൻ സീൻ കാണിച്ചപ്പോഴത്തേനും എല്ലാവരും കൈയടിച്ചു എന്നൊക്കെ ഇങ്ങനെ സേനകൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സന്തോഷം തോന്നി. കഥ റാഫി സാർ, മെക്കാട്ടിൻ സാർ, രാജൻ സാർ, ഇവർ മൂന്നുപേരും ഞാൻ പോയി കണ്ടത്. അപ്പം ഇങ്ങനെ കേട്ടപ്പം ഒരു ഔട്ട്ലൈനാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഇന്നതാണ് കഥ. അപ്പം അവരുടെ അടുത്തു നിന്നാണ് കഥ കേട്ടത്. അപ്പോൾ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചു, അയ്യോ നല്ലൊരു ക്യാരക്ടറാണല്ലോ, ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു ഭാഗ്യമാണ്. ആ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചായിരുന്നു. എൻ്റെ വീട് ശരിക്കും കണ്ണൂരാണ്. അപ്പോൾ അവിടെ ഒരു വില്ലേജാണ്. അപ്പം കൊച്ചിയിലെ ഞാൻ വന്ന സമയത്തൊക്കെ അവിടുത്തെ ഷോപ്പൊക്കെ ഇനാഗ്രേഷൻ ചെയ്യാനും പിന്നെ അവിടുത്തെ ടെക്സ്റ്റൈൽസിൻ്റെ മോഡലൊക്കെ ആയിരുന്നു. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടൗൺ ആണെങ്കിൽ കൂടെ ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് എന്നോട് ഒന്ന് സംസാരിക്കും, എന്താണ് വിശേഷങ്ങൾ. അപ്പോൾ അവിടുത്തെ നാടൻ ആൾക്കാരല്ലേ, അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സും സാറുമാരൊക്കെ വന്നിട്ട് എന്നോട് വിശേഷങ്ങൾ ചോദിക്കും. ഇപ്പം സാറ് ക്ലാസ് എടുക്കാൻ വരുവാണെങ്കിൽ എന്നെ കാണുവാണെങ്കിൽ വിളിച്ച് വിശേഷം ചോദിക്കും. അപ്പോൾ പിള്ളേർ പറഞ്ഞു നീ നിർത്തണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് ഈ പീരീഡ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമല്ലോ. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഭയങ്കര സംസാരിക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. നമ്മളിപ്പോൾ ഈ ഒരു ഫീൽഡ് വന്നതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടുന്നത്. ഉർവശി ചേച്ചിയുടെയും ജ്യോതി ശ്രീകുമാർ അങ്കിളിൻ്റെ മോളായിട്ട് ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര ഒരു മോഡേൺ ക്യാരക്ടറാണ്, കുറച്ച് തൻ്റെ ഇടയ്ക്കായിട്ട്. ഇപ്പോഴത്തെ കുട്ടികളെപ്പോൾ ഏത് നേരം ഫോൺ വിളി, ബോയ് ഫ്രണ്ട് ഉണ്ട്, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അമ്മയായിട്ട് എപ്പോഴും വഴക്ക് കൂടും. അപ്പം അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ്. പിന്നീട് ഞാൻ കോളേജുമാരും ചെയ്തു, അതിൽ ലാലേട്ടൻ്റെ സിസ്റ്ററായിട്ടാണ്. പിന്നെ ലവ് ഇൻ സിംഗപ്പൂർ ചെയ്തു, അതിൽ ജയസൂര്യയുടെ പേരായിട്ട് ചെയ്തു. പിന്നെ വിനു മോഹൻ്റെ കൂടെ ഒരു പടം ചെയ്തു, ദലമർമരങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അത് ഇത്രയാണ് റിലീസായ ചിത്രം. മനുഷ്യൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും എനിക്കിഷ്ടമാണ്. കാരണം ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എനിക്കിഷ്ടമാണെങ്കിൽ, ഇപ്പം രേവതി ഇഷ്ടമാണ്, ശോഭന, ഉർവശി അങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിലും മഞ്ജു വാര്യർ എന്ന ആർട്ടിസ്റ്റിനോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യമാണ്. കാരണം ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇപ്പം ഒരു ക്യാരക്ടർ ചെയ്യുകയാണെങ്കിലും നമുക്കിങ്ങനെ നോക്കിയിരുന്നു. ഞാനിപ്പോൾ എത്ര എനിക്ക് തിരക്കാണെങ്കിലും എന്തെങ്കിലും എക്സാമൊക്കെ എന്തെങ്കിലുമാണെങ്കിലും മഞ്ജു ചേച്ചിയുടെ എന്തെങ്കിലും ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ടിവിയുടെ മുമ്പിലിരുന്നിരിക്കും. കാരണം കണ്ണുകൾ കൊണ്ട് ചെയ്യുന്ന ആക്ഷൻസ് അത് ഭയങ്കര ഇതാണ്. കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞങ്ങ് പോകുന്നു. പക്ഷേ ചേച്ചിയുടെ കണ്ണുകളിലാണ് എക്സ്പ്രഷൻ ഫുൾ. അത് വലിയൊരു വലിയൊരു ടാലൻ്റാണ്. എനിക്ക് തോന്നുന്നു ചേച്ചി പോയതിന് ശേഷം ഒരാളും ആ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യണം എന്ന് ഭയങ്കര താല്പര്യമുണ്ട്. ഇതൊരു ആർട്ടിസ്റ്റ് മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട് തമിഴിലെ ആൾക്കാർ എന്തായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ റോമിയോ ചെയ്തപ്പം മുതലേ ആൾക്കാരെ ഇങ്ങനെ ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ തമിഴിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ അവർ ഫസ്റ്റിലെ ഇപ്പം ചില സിനിമകൾ മാത്രമേ ഉള്ളൂ നന്നായിട്ട് നല്ല രീതിയിൽ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഹോംലി ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ തമിഴിൽ അത് വളരെ ചുരുക്കമാണ്. 1-2 സിനിമകൾ മാത്രമേ ഒരു കഥയ്ക്ക് അല്ലെങ്കിൽ ക്യാരക്ടർ നല്ലൊരു ഹോംലി ക്യാരക്ടറായിട്ട് അവർ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ഫസ്റ്റിലേക്ക് ഒരു 2-3 സിനിമകൾ വിളിച്ചു, എല്ലാം ഓക്കെയാണ്. പക്ഷേ അവർക്ക് ഒരു പാട്ടെങ്കിലും അവർക്ക് കുറച്ചൊരു ഇതായിട്ട് ചെയ്യണമെന്ന് പറയും. അപ്പം പിന്നെ ഞാനും അമ്മയൊക്കെ തീരുമാനിച്ചു ഇപ്പോൾ ഫസ്റ്റിലെ ഒരു പടം അവിടെ നല്ല രീതിയിൽ ചെയ്യാം. അപ്പം അതിനുള്ളൊരു വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഞാൻ ചെയ്ത സിനിമകളൊക്കെ നല്ലൊരായി പ്രേക്ഷകരാണ് സപ്പോർട്ട് ചെയ്തത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം എന്നെപ്പോലെയുള്ള ഇപ്പം വളർന്നു വരുന്ന എല്ലാ താരങ്ങൾക്കും ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.